നിങ്ങളുടെ മുമ്പിൽ നീ എന്നെ ഒരു അടി അടിച്ചപ്പോൾ എനിക്ക് നിന്നെ രണ്ടാമതും അടിക്കാമായിരുന്നു. ഞാൻ സിംഹക്കുട്ടികളെ തല്ലാറില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവരെ ഒഴിപ്പിക്കാറുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് തീർക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് തീർക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ. അമ്പാടിക്കണ്ണനുമായുള്ള മൽയുദ്ധത്തിന് ഞാൻ തയ്യാറാണ്. അമ്പാടിക്കണ്ണനുള്ള മൽപിടുത്തത്തിന് ഞാൻ തയ്യാറാണ്. ഓക്കെ, അടുത്തോടെ ജയൻ. ജയൻ, മിസ്റ്റർ പീറ്റർ, തനിക്ക് എന്നെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. പീറ്റർ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു. പീറ്റർ പീറ്റർ ജൻ ഡബിളായിട്ട് വരുന്നു. അതായത് ജൻ ഡബിൾ റോളിലേക്ക് വരുന്നു. ആ ഒരു മുഖ ഫേസ് കാണിക്കാൻ പറ്റുന്നില്ല. ജയൻ്റെ ഡബിൾ റോൾ ആ സൗണ്ട് ചെയ്യുകയാണ്. പീറ്റർ, തമ്പിയെക്കുറിച്ച് ഇതുവരെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഈ തമ്പി തന്നെയാണ് ഞാനും. ഇനി ഒരിക്കൽ കൂടി നിശബ്ദിച്ചാൽ നിൻ്റെ ചവിട്ടി നിന്നെ ഞാൻ ബാധിച്ചിക്കലും. പീറ്റർ പറയുന്നത് താങ്കൾ ഉമ്മറിന്റെ സൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അല്ല, ഇതൊന്ന് പറഞ്ഞു നോക്കട്ടെ. താൻ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ വേണ്ട മോനെ, വേണ്ട. ഞാൻ നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ പ്രശ്നിച്ച് ചെയ്യുകയാണെങ്കിൽ കടന്നു പോകുമടാ, പോകാൻ പോകട. ഇനി ഉമ്മറിന്റെ സൗണ്ട് താങ്കൾ ചെയ്യുന്നു പറഞ്ഞു. ഉമ്മറിന്റെ സൗണ്ട് നിങ്ങൾ വാതിൽ തുറക്കാൻ ഇച്ചിരൂടെ ഇതുമായിട്ട് പറഞ്ഞ താങ്കളുടെ ഉമ്മർ കറക്റ്റ് ആണ്. പക്ഷെ എന്തോ ടെൻഷൻ കൊണ്ടാണ്. താങ്കൾ ഒരു വികാര ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾ ഒരു വികാര ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണോ ഇത്രയും നല്ല ഒരു അഭിനയം പുറത്തു കൊണ്ടുവരാത്ത? എനിക്ക് എന്റെ മോളെ വേണം. നരേന്ദ്രപ്രസാദിലേക്ക് പോയി നമ്മൾ. നരേന്ദ്രപ്രസാദ്, അയ്യോ പാവം പുരുഷു, നിങ്ങൾക്ക് മാധവനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് വരണമായിരുന്നു. നരേന്ദ്രപ്രസാദ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സാധനമുണ്ട്. അല്ല, നമുക്ക് വരുമ്പോൾ നിങ്ങൾ മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. എന്നാലും പെട്ടെന്ന് ഞാനൊരു വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റുമായിട്ട് പറയേണ്ടതല്ല. താങ്കൾക്ക് നരേന്ദ്രപ്രസാദിൻ്റെ സൗണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. മാധവൻ മാധവൻ മഹാദേവൻ കേട്ടിട്ടില്ലേ? വിനാശകാല വിപരീത ബുദ്ധി വരട്ടെ, മാധവനും വരട്ടെ, എന്നിട്ട് കാണാൻ കളി. എവിടെയാടൂ മാധവൻ? ഇനിയല്ലേ കളി കിടക്കുന്നത്? ഓക്കെ കബീർ, താങ്ക് യു. വളരെയേറെ സന്തോഷം. കോതമാർത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കബീറിന് വേണ്ടി ഇത്ര നേരം ഞാൻ ഇൻ്റർവ്യൂ എടുത്തത് വളരെയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച്.